ആലപ്പുഴ തുറവൂർ അരൂർ ഉയരപ്പാത നിർമ്മാണ മേഖലയിൽ വീണ്ടും അപകടം. JCB ഇടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. തുറവൂർ സ്വദേശി പ്രവീണാണ് മരിച്ചത്. ശരണ്യ സ്നേഹജൻ ചേർന്നു. ശരണ്യ, ഉയരപ്പാത നിർമ്മാണ മേഖലയിൽ വീണ്ടും അപകടം ഉണ്ടാകുന്ന ഒരു സാഹചര്യം. നാട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ വിഷയങ്ങളൊന്നും പരിഹരിക്കപ്പെട്ടില്ല എന്നുകൂടി വ്യക്തമാക്കുന്ന തരത്തിലോ വീണ്ടും ജീവൻ ഒടുങ്ങിയിരിക്കുന്നത്? അപർണ, അരൂർ ഭാഗത്ത് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അപകടങ്ങൾ തുടർക്കഥയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും 4ഓളം അപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ കുറെ നാളുകളായി പരാതി ഉയർന്നതിനെ തുടർന്ന് ചില ഭാഗങ്ങളൊക്കെ, അതായത് ഇതുമായി ബന്ധപ്പെട്ടുള്ള പാരൽ റോഡുകളൊക്കെ തന്നെ വൃത്തിയാക്കി തുടങ്ങിയെങ്കിൽ പോലും ഇപ്പോഴും സഞ്ചാരയോഗ്യമല്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഇന്ന് രാവിലെ 9 മണിയോടെയാണ് തുറവൂർ അരൂർ ഉയരപ്പാത നിർമ്മാണ ഭാഗത്ത് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവുകയും ഒരാളുടെ മരണം സംഭവിക്കുകയും ചെയ്തിട്ടുള്ളത്. JCB ഇടിച്ചാണ് ബൈക്ക് യാത്രക്കാരന് മരണം സംഭവിച്ചത്. തുറവൂർ സ്വദേശി പ്രവീൺ ആർ പൈയാണ് മരിച്ചത്. രാവിലെ 9 മണിയോട് കൂടിയായിരുന്നു ഈ അപകടം. JCB പിന്നോട്ടെടുക്കുമ്പോൾ ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. തുടർന്നാണ് പ്രവീൺ മരണപ്പെടുകയും ചെയ്തിട്ടുള്ളത്. വലിയ പ്രതിഷേധം ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഒരു ഇടം കൂടിയാണ്. സാധാരണഗതിയിൽ അരൂർ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ അപകടങ്ങളെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തുറവൂർ അടക്കമുള്ള മേഖലകളിലും ഉയരപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ഘട്ടത്തിൽ അസൗകര്യങ്ങൾ മൂലം അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. അരൂരിൽ ഒന്നിലധികം മരണമടക്കം സംഭവിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ തുറവൂർ ഭാഗത്തും ഇത്തരത്തിലൊരു അപകട മരണം സംഭവിച്ചിരിക്കുന്നത്. ശരണ്യ സ്നേഹജൻ വിവരങ്ങൾ നൽകി. മലപ്പുറം അരീക്കോട് തെട്ടമ്മലിൽ സെവൻസ് ഫുട്ബോൾ മത്സരത്തിനിടെയുണ്ടായ അപകടത്തിൽ സംഘാടകർക്കെതിരെ പോലീസ് കേസെടുത്തു. അനുമതിയില്ലാതെ കരിമരുന്ന് പ്രയോഗിച്ചതിന്, പടക്കം പൊട്ടിച്ചതിനൊക്കെയാണ് കേസ്. അപകടം നടന്ന ഫുട്ബോൾ ഗ്രൗണ്ടിൽ പോലീസ് പരിശോധന നടത്തും. ഇന്നലെ രാത്രി 8:30 ഉണ്ടായ അപകടത്തിൽ 40ഓളം പേർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരിൽ കൂടുതലും യുവാക്കളും കുട്ടികളുമാണ്. ആരുടെയും നില ഗുരുതരമല്ല. സെവൻസ് ഫുട്ബോൾ ഫൈനൽ മത്സരത്തിന് മുന്നോടിയായി നടത്തിയ കരിമരുന്ന് പ്രയോഗത്തിനിടെയാണ് പടക്കം കാണികൾക്കിടയിലേക്ക് തെറിച്ചു വീണത്. ആലപ്പുഴ മാന്നാറിൽ കാട്ടുപന്നി കുറുകെ ചാടി സൈക്കിൾ യാത്രികർക്ക് പരിക്ക്. കുട്ടമ്പേരൂർ സ്വദേശി രാജേഷ്, മകൻ അജയകൃഷ്ണൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. പരിക്കേറ്റവരെ മാവേലിക്കര ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹരിപ്പാട് വിയപുരത്തും കാട്ടുപന്നി ശല്യമുണ്ട്. കഴിഞ്ഞ ദിവസം കായംകുളത്തും കാട്ടുപന്നി കൃഷിയിടത്തിലെത്തിയിരുന്നു. കോഴിക്കോടും സ്ഥിതി മാറ്റമില്ല. കാട്ടുപന്നി ആക്രമണം തന്നെയാണ്. കൊടുവള്ളി നരിക്കുനിയിൽ കാട്ടുപന്നി ആക്രമണത്തിൽ നിന്ന് യുവാവ് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. വീടിന്റെ വരാന്തയിലിരുന്ന് പത്രം വായിക്കുകയായിരുന്ന പലങ്ങാട് സ്വദേശി സലീമിന് നേരെയാണ് കാട്ടുപന്നി പാഞ്ഞെടുത്തത്. ഇത് കണ്ട സലീം പെട്ടെന്ന് വീടിനുള്ളിലെ മുറിയിലേക്ക് മാറിയതിനാൽ അപകടം ഒഴിവായി. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. ഇന്നലെ രാവിലെ 8 മണിയോടെയായിരുന്നു സംഭവം.